ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരു പുതിയൊരു റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്നൊരു വെറൈറ്റി തോരൻ വെക്കാൻ പോവാണ്. വേറെ ഒന്നുമല്ല, ചെറിയ ഉള്ളി കൊണ്ട് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം. എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എന്നാൽ നല്ല വെറൈറ്റിയുമാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ ചെറിയ ഉള്ളി തേങ്ങാക്കൊത്ത് തോരൻ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ചെറിയ ഉള്ളി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു കൂട്ടത്തിൽ പച്ചമുളക് വേണം. അതിൻ്റെ അകത്ത് മെയിൻ ഐറ്റമായിട്ട് വരുന്നത് തേങ്ങ ഞാനിവിടെ ചീകി എടുത്തതാണ്. ഇത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ കാണിച്ചു തരാം. തേങ്ങ കൊത്തും ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ തോരൻ വെക്കുന്നത്. തേങ്ങ കൊത്തും ചെറിയ ഉള്ളി തോരൻ. അപ്പം ഞാനതല്ല ഒന്ന് അരിഞ്ഞെടുത്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നത്. ചെറിയ ഉള്ളി നമ്മൾ വട്ടത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. കടുക് താളിക്കാൻ അരിയുന്ന പോലെ വട്ടത്തിൽ വേണം അരിഞ്ഞെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ചെറിയ ഉള്ളിയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. നമ്മൾ കടുവൊക്കെ താളിക്കാൻ അരിയുന്ന പോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. കൂടെ തേങ്ങാക്കൊത്ത് ചീകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ പച്ചമുളകും. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അടുപ്പ് കത്തിച്ച് ഒരു ചെറിയൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തേങ്ങാക്കൊത്ത് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്കതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഉള്ളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയുള്ള വെള്ളം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം, ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ചെറിയൊരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് വെള്ളം ഒഴിക്കണം. നമ്മുടെ ഉള്ളി ഇവിടെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് അരപ്പിന് വേണ്ട സാധനങ്ങൾ റെഡിയാക്കാം. അപ്പോൾ അതിനകത്ത് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി, നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ വീണ്ടും ഒരു നുള്ള് പെരുംജീരകം. ഇത് പെരുംജീരകമാണ്, വലിയ ജീരകമാണ്, ചെറിയ ജീരകമല്ല, വലിയ ജീരകം. അത് കുറച്ച് വേണം. പിന്നെ ഒരു 1/4 സ്പൂൺ മുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. നമ്മുടെ ഉള്ളി ഇവിടെ വെന്ത് വരുന്നുണ്ട്. ഒന്ന് നോക്കാം എന്തായെന്ന്. ഉള്ളിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ആ ഒരു അരപ്പിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ടോ നോക്കാം. തോരനെല്ലാം വെന്ത് നല്ല പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ സ്വാദിഷ്ടമായ തേങ്ങ കൊത്ത് ചെറിയ ഉള്ളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി.